ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദിയിലെ ജിസാനിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിലും പരിക്കേറ്റവരിലും വിദേശികളുമുണ്ട്. ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി സഖ്യസേന നൽകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദിയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ ജിസാനിലെ സാംതയിൽ ഇന്നലെ യമനിലെ ഹൂതി ഭീകരവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ആളപായം റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ഒരു സൗദി പൌരനും ഒരു യമൻ പൌരനും കൊല്ലപ്പെട്ടു. 6 സൗദി പൌരന്മാർക്കും ഒരു ബംഗ്ലാദേശ് പൌരനും പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സാംതയിലെ വ്യാപാര കേന്ദ്രത്തിലാണ് മിസൈൽ പതിച്ചത്. 2 കടകളും 12 വാഹനങ്ങളും ആക്രമണത്തിൽ തകർന്നു. സാധാരണക്കാർക്കെതിരെയാണ് ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നതെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും സഖ്യസേന കുറ്റപ്പെടുത്തി. അതിർത്തി പ്രദേശമായ നജ്റാനിലെ ഒരു ഗ്രാമത്തിലും കഴിഞ്ഞ ദിവസം ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം യമനിലെ സനാ നഗരത്തിലെ അൽസൌറ സ്റ്റേഡിയത്തിൽ നിന്നും ആയുധങ്ങൾ ഒഴിവാക്കാൻ ഹൂതികൾക്ക് നൽകിയ 6 മണിക്കൂർ സമയപരിധി അവസാനിച്ചു. സ്റ്റേഡിയത്തിൽ നിന്നും ആയുധങ്ങൾ തഷ്രിഫാത്ത് ക്യാമ്പിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഹൂതി ക്യാമ്പിലെ 9 ആയുധ ശേഖരങ്ങൾ സഖ്യസേന തകർത്തു. 24 ജിദ്ദ. യുഎയിലെ പ്രതിദിന കോവിഡ് കേസുകൾ 1500 കടന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ കർശനമാക്കിയിട്ടുണ്ട്. യുഎയിൽ ഓരോ ദിവസവും കോവിഡ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ മാസം ആദ്യ വാരങ്ങളിൽ 100-ൽ താഴെ കേസുകൾ മാത്രം രേഖപ്പെടുത്തിയത് ഇപ്പോൾ 1500 മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇന്ന് 1621 പുതിയ കേസുകളാണ് യുഎയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ യുഎയിൽ ഇതുവരെ വൈറസ് ബാധിതരായവരുടെ എണ്ണം 7,49,530 ആയിട്ടുണ്ട്. ഇന്ന് 585 പേർ രോഗമുക്തരായതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6667 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് യുഎയിൽ ചികിത്സയിലുള്ളത്. അതിനിടെ ക്വാറന്റൈൻ നിർബന്ധമല്ലാത്ത രാജ്യങ്ങളുടെ പുതുക്കിയ ഗ്രീൻ ലിസ്റ്റ് അബുദാബി പുറത്തിറക്കി. ഗ്രീൻ ലിസ്റ്റ് നാളെ മുതൽ നിലവിൽ വരും. 73 രാജ്യങ്ങളാണ് പുതിയ പട്ടികയിലുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ നിർബന്ധിത ക്വാറന്റൈൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കും. ഇന്ത്യ ഇത്തവണയും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. 24 ദുബായ്. സൗദിയിൽ ഇന്ന് 325 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 2792 ആക്റ്റീവ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. 325 കോവിഡ് കേസുകളും 117 രോഗമുക്തിയും 1 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 64,307 സാമ്പിളുകൾ പരിശോധിച്ചു. 0.51% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 5,52,406 കോവിഡ് കേസുകളും 5,40,744 രോഗമുക്തിയും 8,870 മരണവുമാണ്. 2,792 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 32 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 122, ജിദ്ദയിൽ 60, മക്കയിൽ 50, മദീനയിൽ 11, ദമാമിൽ 9 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. റിയാദ് നഗരത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 500 ഉയർന്നു. ജിദ്ദയിൽ 343, മക്കയിൽ 282, മദീനയിൽ 111, ദമാമിൽ 67 ആക്റ്റീവ് കേസുകളാണുള്ളത്. 2,30,42,800 പേർ കോവിഡ് വാക്സിന്റെ 2 ഡോസുകളും 13,50,200 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചു. 24 ജിദ്ദ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ വിമാന സർവീസുകളും പുതിയ കോവിഡ് നിബന്ധനകൾ പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശം. കുവൈറ്റ് അംഗീകരിച്ച ഏതെങ്കിലും വാക്സിനുകളുടെ 2ാം ഡോസ് സ്വീകരിച്ച് 9 മാസം കഴിഞ്ഞിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. വിമാനത്താവളത്തിലെത്തുന്നവർ നിർബന്ധമായും കോവിഡ് നെഗറ്റീവാണെന്ന് തെളിയിക്കുന്ന 48 മണിക്കൂർ മുൻപെടുത്ത PCR സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. രാജ്യത്തെത്തിയതിനു ശേഷം യാത്രക്കാർ 10 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. രാജ്യത്തേക്ക് എത്തി 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും PCR ടെസ്റ്റിന് വിധേയമായി നെഗറ്റീവാണെന്ന് തെളിഞ്ഞാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ജാനുവരി 3 മുതൽ വാക്സിൻ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചായിരിക്കും വാക്സിൻ വിതരണം. ജാനുവരി 10 മുതൽ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കും അനുബന്ധ അസുഖങ്ങളുള്ളവർക്കും ബൂസ്റ്റർ വാക്സിൻ നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. साथियों, 15 साल से 18 साल की आयु के बीच के जो बच्चे हैं, अब उनके लिए देश में वैक्सीनेशन प्रारंभ होगा. 2022 में 3 जनवरी को सोमवार के दिन से इसकी शुरुआत की जाएगी. सरकार ने निर्णय लिया है कि हेल्थ केयर
और फ्रंटलाइन वर्कर्स को वैक्सीन की प्रिकॉशन डोज भी प्रारंभ की जाए। इसकी शुरुआत 2022 में 10 जनवरी सोमवार के दिन से की जाएगी। 60 वर्ष से ऊपर की आयु के कोमॉर्बिडिटी वाले नागरिकों को उनके डॉक्टर की सलाह पर वैक्सीन की प्रिकॉशन डोज का विकल्प उनके लिए उपलब्ध होगा। ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് വിജയകരമായി വിക്ഷേപിച്ചു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആരിയാൻ 5 റോക്കറ്റാണ് ടെലിസ്കോപ്പിനെ ബഹിരാകാശത്തെത്തിച്ചത്. വൈകിട്ട് 5:50 ഫ്രഞ്ച് ഗയാനയിലെ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. പറന്നുയർന്ന് 27 മിനിറ്റിൽ പേടകം റോക്കറ്റുമായുള്ള ബന്ധം വേർപെടുത്തി. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L2 ഭ്രമണപഥമാണ് ജെയിംസ് വെബിന്റെ ലക്ഷ്യസ്ഥാനം. അവിടെ എത്താൻ 1 മാസമെടുക്കും. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള വിപുലമായ ഗവേഷണമാണ് ബീമൻ ടെലിസ്കോപ്പിയുടെ ദൗത്യം. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വികസിപ്പിച്ച ജെയിംസ് വെബിന് 7000 കിലോ ഭാരമുണ്ട്. $1,000 കോടി ചെലവിൽ നിർമ്മിച്ച ജെയിംസ് വെബിന്റെ കാലാവധി 10 വർഷമാണ്. 31 വർഷം ലോകത്തിന് പ്രപഞ്ച രഹസ്യങ്ങൾ സമ്മാനിച്ച ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ പിൻഗാമിയായാണ് ജെയിംസ് വെബ് ബഹിരാകാശത്തേക്ക് പറന്നുയർന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകമെന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. UAE-യിലും തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ മലയാളികളടക്കമുള്ള വിശ്വാസികൾ പങ്കെടുത്തു. പ്രവാസലോകത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ ശ്രദ്ധേയമായി. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് UAE-യിലെ വിശ്വാസി സമൂഹം തിരുപ്പിറവി ആഘോഷിച്ചത്. ഷാർജ സെയിന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന പ്രത്യേക ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫിലിപ്പ് എം സാമുവൽ കോർ എപ്പിസ്കോപ്പയും സഹവികാരി ജോയ്സൺ തോമസും നേതൃത്വം നൽകി. കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഇടവകാംഗങ്ങൾ ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. കോവിഡ് മാനദണ്ഡം എല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്നവരെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ആളുകളെ അകത്തോട്ട് വിടുന്നത്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്ന രജിസ്ട്രേഷൻ വെച്ച് തന്നെയാണ് അവർ തന്നിരിക്കുന്ന 500 ആൾക്കാർക്കുള്ള അലോഡാണ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് മാത്രമേ നമ്മൾ ആൾക്കാരെ അകത്തോട്ട് കയറ്റുന്നുള്ളൂ. അബുദാബിയിലെയും ദുബായിലെയും പള്ളികളിൽ നടന്ന ചടങ്ങുകളിൽ മലയാളികളടക്കമുള്ള നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അതിനിടെ UAE ഭരണാധികാരികൾ ക്രിസ്മസ് ആശംസകൾ പങ്കുവച്ചു. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ക്രിസ്മസ് സന്തോഷവും സമാധാനവും നൽകുന്നതാവട്ടെ എന്ന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ്വസൈന്യാധിപനുമായ ഹൈസാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശംസിച്ചു. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ആശംസ കൈമാറിയത്. കോവിഡ് തീർത്ത വിലക്കുകൾ ഏറെയുണ്ടെങ്കിലും മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള വിശ്വാസികൾ. ഷാർജയിൽ നിന്നും യൂസഫ് അലി മെൽഫോക്സിനൊപ്പം അരുൺ പാറാട്ട്, 24. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി എത്തിയ ക്രിസ്മസ് സൗദിയിലെ പ്രവാസി സമൂഹം ആഘോഷിച്ചു. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി. നക്ഷത്ര വെളിച്ചങ്ങൾ തീർത്തും മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കിയുമാണ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം ദമാമിലെ വിശ്വാസികൾ ആഘോഷിച്ചത്. കുടുംബങ്ങളെല്ലാം ഒത്തുകൂടിയും ഓർമ്മകൾ പുതുക്കിയും കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമെല്ലാം തിരുപ്പിറവി ദിനത്തെ വരവേറ്റു. Christmas, we wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ ക്രിസ്മസിനെ സ്വീകരിക്കുകയായിരുന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളുമെല്ലാം ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. കുടുംബങ്ങളെല്ലാം ചേർന്ന് ഒരിടത്തൊത്തുകൂടി വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പോൾ നൽകിയത് പരസ്പര സ്നേഹത്തിന്റെ വലിയ സന്ദേശം കൂടിയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ കൂടിയാണിവർ. കഴിഞ്ഞ 2 വർഷങ്ങളായി കോവിഡ് എന്ന മഹാമാരി നമുക്ക് നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മളും കുടുംബാംഗങ്ങളുമായി അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇനി വരും കാലഘട്ടങ്ങളിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
നമ്മൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ നാട്ടിൽ കുടുംബങ്ങളോടൊത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്തതിലുള്ള പരിഭവവും ഇവർക്കുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടിലൊക്കെ ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ കോവിഡും യാത്രാ വിലക്കും വിമാനത്തിന്റെ അസൗകര്യങ്ങളും കാര്യങ്ങളും നാട്ടിൽ നമുക്കൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നാട്ടിൽ മാതാപിതാക്കളും കുടുംബത്തോടൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തരട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും നേരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ് കൂടി കടന്നു പോവുകയാണ്. ദമാമിൽ നിന്നും ക്യാമറമാൻ മധു മണ്ണൂരിനോടൊപ്പം സുബൈറുദ്ദീനൂർ, 24 ദമാം. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും കൊച്ചു ക്രിസ്മസ് സാന്റകളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കായി സാന്റ ഫാഷൻ ഷോ, ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ, കേക്ക് മേക്കിംഗ് തുടങ്ങിയ മത്സരങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിവിധ രാജ്യക്കാരായ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ക്രിസ്മസ് പ്രമാണിച്ച് വിവിധ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയപ്പോൾ തിരുവചനങ്ങൾ ഉൾപ്പെടെയുള്ള ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതി ഒരുക്കി ബഹ്റൈൻ പ്രവാസിയായ ഒരു തിരുവനന്തപുരത്തുകാരി ശ്രദ്ധേയാവുകയാണ്. കാണാം. ഒരിക്കൽ ഒരു ചോദ്യമുയർന്നു. ബൈബിൾ എഴുതിയത് മനുഷ്യരല്ലേ, പിന്നെങ്ങനെ അത് ദൈവത്തിൽ നിന്നുള്ളതാകും? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ മനുഷ്യർ പ്രസ്താവിച്ചതാണ് എന്നാണ് ബൈബിൾ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത്. അവ പകർത്തുവാനും ആ പ്രചോദനവും അനുഗ്രഹവും കൂടിയേ തീരൂ. അങ്ങനെ തന്നെയാണ് 60ഓളം പേനകൾ ഉപയോഗിച്ച് 897 പേപ്പറുകളിൽ 303 ദിവസങ്ങളെടുത്ത് 1790 പേജുകളിലായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര വിരളി സ്വദേശിനിയും ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിലെ ലാബ് അസിസ്റ്റന്റുമായ ജോയ് സത്യസെൽവൻ ബൈബിളിന്റെ ഇത്തരമൊരു കയ്യെഴുത്ത് പ്രതി ഒരുക്കിയതും. ബഹ്റൈനിൽ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കേണ്ടി വന്ന സമയത്താണ് ഇത്തരത്തിലൊരാശയം മനസ്സിൽ ഉടലെടുത്തത് എന്നും അതിന് ബഹ്റൈനിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന ഭർത്താവ് സത്യസെൽവന്റെയും മക്കളായ ബ്ലസി ജോയ് സത്യയുടെയും ബ്ലസിൻ ജോയ് സത്യയുടെയും മികച്ച പിന്തുണയാണ് ലഭിച്ചത് എന്നും ജോയ് സത്യസെൽവൻ 24 ന്യൂസിനോട് പറഞ്ഞു. ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതി ഒരുക്കിയ ജോയ് സത്യസെൽവനാണ് ഇപ്പോൾ 24 ന്യൂസിൽ നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയം തോന്നിയത്? അത് ഈ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു, സ്കൂളിൽ വർക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒന്നാമത് ഈ പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആത്മീയത കൂടുതൽ പ്രാർത്ഥനയിലോട്ട് തിരിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ വിശ്വാസം അനുസരിച്ച് ബൈബിൾ എഴുതാമെന്നൊരാശയം എനിക്ക് ഉദിച്ചു. അങ്ങനെ ഞാൻ എഴുതിയതാണ്. ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എഴുതാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, എഴുതാനായിട്ട് സഹായിച്ചിട്ടില്ല. അല്ലാതെ ഫുൾ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡായിരുന്നു. ശരി, എത്ര പേജുകളുണ്ട്? 897 പേപ്പേഴ്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എഴുതാനായിട്ട് 303 ദിവസം സ്പെൻഡ് ചെയ്തു. ഡിസംബറിന്റെ തണുപ്പിനൊപ്പം തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി മറ്റൊരു ക്രിസ്തുമസ് കാലം കൂടി വന്നെത്തിയപ്പോൾ 303 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതിയൊരുക്കിയ ജോയ്ക്കും കുടുംബത്തിനുമൊപ്പം ക്യാമറമാൻ ഡാനിക്കൊപ്പം പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. ഐ ലീഗ് ഫുട്ബോൾ സീസണിന് നാളെ കിക്ക് ഓഫ്. തുടർക്കിടൽ ലക്ഷ്യമിട്ടിറങ്ങുന്ന ഗോകുലം കേരള FC നാളെ ആദ്യ മത്സരത്തിനായി ഇറങ്ങും. കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സാണ് ഗോകുലത്തിന്റെ എതിരാളി. മത്സരം വൈകിട്ട് 4:30 മുതൽ 24-ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കഴിഞ്ഞ സീസണിലെ ടീമിൽ നിന്ന് അടിമുടി മാറ്റവുമായാണ് ഗോകുലം കേരള ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. തുടർ കിരീടമെന്ന സ്വപ്ന നേട്ടമാണ് ടീമിന് മുന്നിലുള്ളത്. ഡ്യൂറൻ കപ്പിലും IFA ഷീൽഡിലും കാലിടറെങ്കിലും ടീം ശക്തമായി തിരിച്ചുവരുമെന്ന് പരിശീലകൻ ആൽബർട്ടോ വിൻസെസോ അന്നീസെ ആവർത്തിച്ചു പറയുന്നു. IFA ഷീൽഡ് കപ്പിൽ ഗോളടിച്ചുകൂട്ടിയ ഘാന താരം റഹീം ഉസമാനുവും കാമറൂൺ താരം അമിനോ ബൗബയിലുമാണ് ടീമിന്റെ പ്രധാന പ്രതീക്ഷ. ഇവർക്കൊപ്പം കഴിഞ്ഞ സീസണിലെ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച അഫ്ഗാൻ താരം ഷെരീഫ് മുഹമ്മദ് മധ്യനിരയിൽ പടനയിക്കും. മികച്ച ഫോമിലുള്ള MS ജിദിനും റൊണാൾഡ് സിംഗും കൂടി പ്രതീക്ഷ കാത്താൽ തുടർ കിരീടത്തിലേക്കുള്ള സ്വപ്നയാത്ര എളുപ്പമാകും. ആദ്യ മത്സരത്തിനിറങ്ങുന്ന ഗോകുലം കേരളയ്ക്ക് ഗോവൻ ശക്തിയായ ചർച്ചിൽ ബ്രദേഴ്സാണ് എതിരാളി. 13 ടീമുകൾ അണിനിരക്കുന്ന ലീഗിലെ ആദ്യഘട്ടത്തിൽ എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ മുകളിലുള്ള 7 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. സ്പോർട്സ് ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.